അപ്പോൾ നമ്മളിത് ചെമ്മീൻ കറി വെക്കാൻ പോണ്. അപ്പോൾ അതിന് ചെമ്മീനുണ്ട്, കുടപ്പുളി, മാങ്ങ, ചക്കക്കുരു, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വേപ്പില. ഇത് നമ്മൾ രണ്ടാമത് പിഴിഞ്ഞ പാലാണ് അത്. ഇത് തെൻപാലെടുത്ത് വെച്ചത് അതും. ഇനി നമുക്ക് എല്ലാ ചേരുവകളും കൂടി മിക്സ് ചെയ്യാം. അപ്പം നമ്മളിത് ചെമ്മീൻ കറിയിലേക്ക് ചക്കക്കുരും മാങ്ങയും കുടപ്പുളി ഇട്ട്, ആവശ്യത്തിനുള്ള പുളി ഇട്ടാൽ മതി. മാങ്ങയുടെ പുളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടിയും പച്ചമുളകും ഉപ്പും വേപ്പിലയും കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ച നമ്മളെ രണ്ടാം പാൽ ഇതിൽ ഒഴിക്കുക കേട്ടോ. ആദ്യത്തെ പാൽ മാറ്റി വയ്ക്കണം. അപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച തെൻപാൽ ഒഴിക്കുക. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് കയ്യിലോണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കറിയൊക്കെ ഒന്ന് വറ്റി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നമ്മുടെ ചീനച്ചട്ടി വെച്ചു. 2 ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാങ്ങയും ചക്കക്കുരും കുടപ്പുളിയും ആകുമ്പോൾ